നമസ്കാരം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമ്പിരി കൊള്ളുകയാണ്. വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ച ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം അല്പം കടുപ്പമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിലെത്തുന്നത് 1980കളിലെ അവസാനത്തിൽ, അതുപോലെ തന്നെ 1990ന്റെ തുടക്കത്തിലും ഇന്ത്യൻ ഫുട്ബോളിൽ കേരളത്തിന്റെ അഭിമാന താരമായ കായിക താരം യു ഷറഫലിയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലാ പോലീസിന്റെ അല്ലെങ്കിൽ MSPയുടെ കമാൻഡന്റ്, അതുപോലെ തന്നെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്, യു ഷറഫലി. നമസ്കാരം സാർ. ചർച്ചയിലേക്ക് സ്വാഗതം. ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂരിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയൊരു മത്സരത്തിലേക്ക് എത്തുകയാണ്. അല്ലെങ്കിൽ ഒരു കായിക മേഖലയിലെ ഒരു പ്രകടനം കാഴ്ചവെച്ച് ജനങ്ങളുടെ മനസ്സിൽ, യുവാക്കളുടെ മനസ്സിലെല്ലാം കുടിയേറിയ താങ്കൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷനായിരുന്നു. ഈ പദവികളൊക്കെ വച്ച ശേഷം രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ഇതിലേക്ക് വരാനുണ്ടായ ഒരു കാരണം എന്താണ്? രാഷ്ട്രീയത്തിലേക്ക് വരിക എന്ന് പറയുന്നതിലുപരിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കായിക താരം എന്നുള്ള പരിഗണന നൽകി. കായിക താരങ്ങൾക്കുള്ള പരിഗണന മാത്രമല്ല, കായിക മേഖലക്കുള്ള പരിഗണന നൽകി. കേരളത്തിൽ എൻ്റെ അനുഭവ സമ്പത്ത് ഞാൻ വിവിധ മേഖലകളിൽ പോലീസ് സർവീസിന് 36 കൊല്ലം പൂർത്തിയാക്കി. സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ എന്നുള്ള 3 വർഷം പൂർത്തിയാക്കി. അതിൽ ഉപരിയായിട്ട് നാഷണൽ ഗെയിംസിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്തു, സന്തോഷ് ട്രോഫി നടത്തി. ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള എൻ്റെ അനുഭവ സമ്പത്ത് കണക്കിലെടുത്തുകൊണ്ട് കായിക താരങ്ങൾക്കുള്ള ഒരു പരിഗണന, കായിക മേഖലക്കുള്ള പരിഗണന എന്നുള്ള നിലക്കാണ് നിലമ്പൂരിലേക്ക് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഒരു രാഷ്ട്രീയ പ്രവേശനം എന്നതിലുപരിയായിട്ട് നിലമ്പൂരിലേക്ക് എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പഠിച്ച് മനസ്സിലാക്കി നിലമ്പൂർക്കാരൊപ്പം നിന്നുകൊണ്ട് നിലമ്പൂരിനെ സേവിക്കാൻ വേണ്ടിയാണ്. നിലമ്പൂരിനുമായിട്ട് എനിക്ക് വലിയ ബന്ധങ്ങളുണ്ട്. എൻ്റെ അമ്മാവന്മാർ 3 പേരും ഇവിടെ താമസിച്ചു, കുട്ടിക്കാലം കൂടെ ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരുമായിട്ട് കുട്ടിക്കാലം തൊട്ട് നല്ല ബന്ധമുണ്ട്, നല്ല സുഹൃത്ത് ബന്ധമുണ്ട്. നിലമ്പൂരിൻ്റെ പല മേഖലകളും എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അതിലുപരിയായിട്ട് വേറെ ഉയർന്ന രാഷ്ട്രീയമായിട്ടൊന്നും ഞാൻ പ്രവർത്തിച്ചു പോകേണ്ട ആളെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിലേക്ക് മാത്രമായിട്ട് എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിലമ്പൂർക്കാരൊപ്പം നിന്നുകൊണ്ട് നിലമ്പൂരിൻ്റെ ആവശ്യങ്ങളും നിലമ്പൂരിൻ്റെ പ്രശ്നങ്ങളും മനസ്സിലാക്കി നിലമ്പൂരിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് തന്നെ ഞാൻ വന്നിരിക്കും. അപ്പോൾ നമ്മുടെ കായിക രംഗത്തെ ഭരണപരിചയവും അച്ചടക്കവും നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്താനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു കായിക താരം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ 10 വർഷം, സംസ്ഥാന ഫുട്ബോൾ ടീമിൽ 10 വർഷം നിൽക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണഗതിയിൽ ചെറിയ കാര്യം. അച്ചടക്കവും ചിട്ടയും വേണം. കൃത്യമായ അച്ചടക്കവും ചിട്ടയും കഠിനാധ്വാനം വേണം. എനിക്ക് തോന്നുന്നു അതിലുപരി നമ്മുടെ പോലീസ് സേനയെ പുതിയ ആളുകളെ വാർത്തെടുക്കുന്ന ഒരു കേന്ദ്രമാണ് MSP എന്ന് പറയുന്നത്. അവിടെ കൃത്യമായ അച്ചടക്കം വേണം. പോലീസ് ചിട്ട, അതും പോലീസിന്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ ജനകീയ പോലീസായിരുന്നു. ജനകീയ പോലീസ് ആയതുകൊണ്ട് തന്നെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കായിക പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒട്ടേറെ ജനകീയ പോലീസ്. അതുകൊണ്ട് പോലീസ് സേനയിൽ സേവനം നടത്തിയപ്പോഴും ഞാൻ ആ രീതിയിൽ തന്നെ പോയിട്ടില്ല. പിന്നെ കായിക മേഖലയിൽ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ എന്നുള്ള നിലക്ക് 3 വർഷത്തോളം സ്പോർട്സ് കൗൺസിലിൻ്റെ ഭരണം. അതിലുപരിയായിട്ട് നാഷണൽ ഗെയിംസ് നടന്നപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു നാഷണൽ ഗെയിംസ് വില്ലേജിലെ സന്തോഷ് ട്രോഫി. ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള എൻ്റെ അനുഭവ സമ്പത്ത് ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പരിചയമില്ല എന്നുള്ളത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം അനുഭവ സമ്പത്തുകളുണ്ട്. മാത്രമല്ല, രാഷ്ട്രീയത്തിലെ പരിചയമുള്ള ഒരു വലിയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഇത്ര അനുഭവ സമ്പത്തുള്ള ഒരു മുന്നണി ഇല്ലല്ലോ. അങ്ങനെ അത്തരം അനുഭവ സമ്പത്തുള്ള ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ടാഗ് ലൈനാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ LDF നേരുന്നത്. പക്ഷെ നിലമ്പൂരിൽ മാത്രം ഒരു പുതിയൊരു ടാഗ് ലൈൻ കാണാനായി, പാഴായി പോയ 200 ദിനങ്ങൾ. എന്താണ് ആ ഒരു ടാഗ് ലൈൻ? ഒരു സംശയമില്ല, നിലമ്പൂരിലെ പുതിയതായിട്ട് ഒരു MLA വരുന്നത് 200 ദിവസങ്ങൾക്ക് മുമ്പാണ്. ഈ 200 ദിവസം യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, പുരോഗമന പ്രവർത്തനങ്ങൾ, വ്യാപകമായ പദ്ധതികൾ ഒരു നിലച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെയാണ് 200 ദിവസങ്ങൾ പാഴായിപ്പോയി എന്ന് പറഞ്ഞത്.
ഒരു MLA വന്നതിന് ശേഷം ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാത്തതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒന്നും നേടിയില്ല. ഒരു രൂപയുടെ പോലും അല്ലെങ്കിൽ 1 കോടി രൂപയുടെ പദ്ധതി പോലും ഈ ദിവസങ്ങളിൽ ഒരു MLAക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ മുഴുവനും ഫ്ലെക്സിലും സെൽഫിയിലും മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പദ്ധതി അദ്ദേഹം തുടങ്ങി വെച്ചതോ അദ്ദേഹം പൂർത്തിയാക്കിയതോ 200 ദിവസങ്ങളിൽ കാണിക്കാൻ പറ്റില്ല. അദ്ദേഹം 200 കോടി എന്ന് പറഞ്ഞ് പുറത്തുവിട്ട ഫ്ലെക്സുകളിലുള്ള പദ്ധതികൾ മുഴുവനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷത്തിൽ ആരംഭിച്ചതോ പൂർത്തിയാക്കിയതോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഈ 200 ദിവസം MLA വന്നതിന് ശേഷം അത് പാഴായി പോയ ദിവസങ്ങളാണ്. ബാക്കിയുള്ള 2000 കോടിയിലധികം വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു മുന്നണിയോട് പാഴായിപ്പോയി എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാർക്കിടയിൽ എത്രത്തോളം ചർച്ച ചെയ്യുന്നുണ്ട്? വോട്ടർമാർ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രബുദ്ധരായ നിലമ്പൂരിലെ വോട്ടർമാർ അത് ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നിലമ്പൂരിലെ ബൈപ്പാസ് അത് ബൈപ്പാസ് സ്ഥലം ഉടമകൾക്ക് പണം കൊടുത്തു. എടക്കര ബൈപ്പാസ്, നിലമ്പൂരിലും എടക്കരയിലും ട്രഷറി, നമ്മളെ മിനി സിവിൽ സ്റ്റേഷൻ, മലയോര ഹൈവേ, ടൂറിസം രംഗത്തുള്ള പ്രവൃത്തികൾ, ഇനി ഗവൺമെൻറ് ആശുപത്രികളിൽ പുതിയ കെട്ടിടങ്ങളും ആധുനിക സൗകര്യങ്ങളും, ഗവൺമെൻറ് സ്കൂളുകളിൽ UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ നിരവധി സ്കൂളുകളിൽ ഉയർന്ന നിലവാരമുള്ള കെട്ടിടങ്ങളും പഠന സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും കേരളത്തിലെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ഒരു മണ്ഡലമായിട്ടാണ് നിലമ്പൂരിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വികസനം ചർച്ച ചെയ്യണം എന്ന അഭിപ്രായക്കാർ ആ വികസനം ചർച്ച ചെയ്യാത്തത് തന്നെ UDFിൻ്റെ പരാജയമായിട്ടേ കാണാൻ പറ്റൂ. UDF പരാജയം വരുന്നിട്ട് തന്നെയാണ് ഈ വികസനം ചർച്ച ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിൻ്റെ വികസനം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഫുട്ബോളിലേക്ക് തന്നെ തിരിച്ചു വരാം. കളി മൈതാനിയിൽ വളരെ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എതിർ ടീമിനെ പരാജയപ്പെടുത്തി കളയുന്നത്. അതുപോലെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ട്രിക്കുകളൊക്കെ പ്രയോഗിച്ചു തുടങ്ങിയ ഇല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രിക്കുകളുടെ ആവശ്യമില്ല. ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കേരളത്തിൽ മൊത്തത്തിലുള്ള വികസനം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അത് നിലമ്പൂരിലെ ജനങ്ങളെ തിരിച്ചറിയും, ഒരു സംശയം വേണ്ട. നിലമ്പൂരിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവുള്ള ജനങ്ങളാണ്. അത് മുൻകാല തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു തവണ ഈ സ്ഥാനാർത്ഥിയെ തിരസ്കരിച്ചതാണ്. അതിൽ കൂടുതൽ വോട്ടൊന്നും പിന്നീട് അദ്ദേഹം വാങ്ങിയിട്ടില്ല. പിന്നെ അദ്ദേഹം എങ്ങനെ ജയിച്ചു എന്ന് ചോദിച്ചാൽ കണക്കൊണ്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും എങ്ങനെയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനും അതിനു മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റും ആയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് അവസ്ഥ? അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഒരു 10 കൊല്ലം ഭരിച്ച ഒരു പഞ്ചായത്ത് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തെ ജനങ്ങൾ തിരസ്കരിച്ചു എന്ന്. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിലെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചിട്ടുള്ളത്. ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം നിങ്ങൾ കണക്കൊണ്ട് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ വളരെ വളരെ കടന്നു ചിന്തിക്കുന്ന ആളുകളാണ്. വികസനത്തെക്കുറിച്ച് ബോധവാന്മാരാണ്. അവർ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ളവരാണ്. അവർ തീർച്ചയായിട്ടും നിലമ്പൂരിലെ വികസനം കണക്കിലെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം നൽകുന്ന രീതിയിൽ എനിക്ക് വോട്ട് ചെയ്യും. പ്രത്യേകിച്ചും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന, കായിക രംഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന എനിക്ക് വോട്ട് ചെയ്യുമെന്ന് വിശ്വാസം. അങ്ങനെ ഭൂരിപക്ഷത്തിന്റെ കണക്ക് ഞാൻ പറഞ്ഞു, രാഷ്ട്രീയപരമായിട്ടുള്ള വിജയം മാത്രമാണ് ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റും. അത് എത്രയാവാം. ഇത് ഒരു പരീക്ഷണം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണി ഒരു കായിക താരത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിജയം എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല. എത്രയാവാം. പരീക്ഷണം കൂടിയാണ്. പരീക്ഷണം എന്ന് പറയാൻ പറ്റില്ല. പരീക്ഷണം എന്നതിലുപരിയായിട്ട് ഒരു പുതുമ നിറഞ്ഞ ഒരു പരിഗണന എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിൽ ഉള്ള വിജയം ഉറപ്പാണ്. എത്രത്തോളം വിജയിക്കും എന്നുള്ളത് നമുക്ക് കണ്ടെന്നാൽ. ഉപതെരഞ്ഞെടുപ്പിലെ നിലവിലെ ഇവിടെ ഉണ്ടായിരുന്ന LFന്റെ MLA ആയിരുന്നു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം വാങ്ങിയ ഒരു 20,000-ഓളം വോട്ടുകൾ തങ്ങൾക്ക് ഈ പ്രാവശ്യം പോൾ ചെയ്യുന്ന പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ആ 20,000 വോട്ടുകൾ എന്ന് പറയുന്നത് UDF സ്ഥാനാർത്ഥിക്ക് എതിരെ വോട്ട് ചെയ്തതാണ്. അത് മാത്രമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥി വാങ്ങിയ വോട്ടും UDFിൽ നിന്നും ചില വോട്ടുകൾ കിട്ടും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷം പ്രവചിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകും. വിജയം ഉറപ്പാണെന്ന് ഞാൻ പറയാൻ കാരണം
അതുപോലെ തന്നെ ഒരു കാര്യമാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ താങ്കൾ കാണുന്ന പ്രധാനപ്പെട്ട പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പറയാം. പോരായ്മകൾ എന്ന് പറയാൻ പറ്റില്ല. പുതിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ അനുയോജ്യമായ ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അടിയന്തരമായി പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു, ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് മേഖലയാണ് മൂന്നാറും വയനാടും ഒക്കെ. വയനാടിനെ പോലെ മൂന്നാറിനെ പോലെ ടൂറിസം രംഗത്ത് വൻകിട പദ്ധതികൾ കൊണ്ടുവന്ന് ടൂറിസം വികസിപ്പിച്ചുകൊണ്ട് കച്ചവടക്കാർക്കും തൊഴിൽ മേഖലയിലും വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന അതിനനുയോജ്യമായ ഒരു മണ്ഡലമാണ് നിലമ്പൂർ. രണ്ടാമത് മലയോര ഹൈവേ കൊണ്ടുവന്ന് ആരാണ്? അത് പൂർത്തിയായി എന്ന് പറയുന്നില്ല. അത് പൂർത്തിയായിട്ട് അതിന്റെ പൂർണ്ണമായ ഗുണങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മുണ്ടേരി മുതൽ മേപ്പാടി വരെ കണക്ട് ചെയ്യണം. എൻ്റെ ആദ്യത്തെ പ്രിയോറിറ്റി അതിനാണ്. അങ്ങനെ ആ റോഡ് വികസനം, ഹൈവേ വികസനം സാധ്യമാകുന്നതിലൂടെ ടൂറിസത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വിദ്യാഭ്യാസ കാര്യങ്ങൾ, വിദ്യാർത്ഥികൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വാണിജ്യ വ്യവസായ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ടൂറിസ്റ്റുകൾ എളുപ്പത്തിൽ വരാനും പോകാനും, ഇങ്ങനെ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് അമരമ്പലം പഞ്ചായത്തിലാണ്. ഇവിടെയാണ് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനായി സ്ഥലം കണ്ടെത്തി 10 വർഷത്തോളമായി കോളേജ് അനുവദിച്ചു. കഴിഞ്ഞ ഏതാനും മാസം മുൻപാണ് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായത്. ഇനി അങ്ങയുടെ മുന്നിൽ അല്ലെങ്കിൽ വിജയിച്ചു വരുന്ന ഒരാളുടെ മുന്നിൽ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ഒരു കെട്ടിടം പണിയുന്നത്. ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് ആ കുട്ടികൾ പഠിക്കുന്നത്. ഒരു കെട്ടിടം പണിയുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഏറ്റവും വലിയ കടമ്പെന്നാണ് സ്ഥലം കണ്ടെത്തുക എന്നുള്ള, അല്ലേ? ബാക്കിയുള്ളതൊക്കെ പിന്നീടാ. ആ ശ്രമം നടത്തി പൂർത്തിയായി. ഇതിൽ അഭിനന്ദിക്കേണ്ട ഇവിടുത്തെ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ പാർട്ടി നേതൃത്വം വളരെ അഭിനന്ദിക്കണം. കാരണം ഞാൻ പറയട്ടെ, 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിലുള്ള നേട്ടങ്ങളെ ഏറ്റവും വലുതാണ്. അത് 5 ഏക്കർ സ്ഥലം 5 ഏക്കർ സ്ഥലം കണ്ടെത്തി. 1 വർഷത്തിനുള്ളിൽ പുതിയ കെട്ടിടത്തിലേക്ക് എന്നെ തെരഞ്ഞെടുക്കുന്ന പക്ഷം 1 വർഷത്തിനുള്ളിൽ പുതിയ കെട്ടിടത്തിലേക്ക് കോളേജ് മാറ്റി സ്ഥാപിക്കും. കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി. അപ്പൊ അടുത്ത അധ്യയന വർഷം അവിടെ കുട്ടികൾ പുതിയ കെട്ടിടത്തിൽ പഠിക്കും. നമ്മുടെ ആദിവാസി മേഖലയുടെ ഉന്നമനം, വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടുത്താൻ ഈ ആദിവാസി എന്തെങ്കിലും പ്രകടന പത്രികയിലുണ്ടോ? നമ്മുടെ ആദിവാസികളുടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആദിവാസി ഒരു ഒട്ടനവധി ആദിവാസികൾ താമസിക്കുന്ന മേഖലയാണ് നിലമ്പൂർ മേഖല. ചെതറിക്കിടക്കാൻ പല മേഖലകളിൽ ചെതറിക്കിടക്കുക. അവരുടെ ഇടയിൽ വിദ്യാഭ്യാസപരമായിട്ടും കായികപരമായിട്ടും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഓരോ മേഖലകളിലും കായിക പരിശീലനത്തിന് പറ്റിയ നല്ല ആരോഗ്യമുള്ള അവരൊരു പരിധി കഴിഞ്ഞാൽ പലപ്പോഴും വഴി തെറ്റിപ്പോകുന്നൊരവസ്ഥയുണ്ട്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ട് വനിതാ ടീം അടക്കമുണ്ട്. അവരുടെ വിദ്യാഭ്യാസ രംഗത്ത്, ടെക്നിക്കൽ വിദ്യാഭ്യാസ രംഗത്ത്, കായിക രംഗത്തേക്ക് പല പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് വിശദമായ പരിപാടികൾ ആസൂത്രണം, വിവിധ ആദിവാസി സംഘടനകളുമായിട്ടും ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബൃഹത്തായ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ഒരു സംശയം വേണ്ട, നിലമ്പൂർ മേഖലയിലെ ആദിവാസികളെ കൊണ്ട് നിലമ്പൂരിൻ്റെ അഭിമാന താരങ്ങളായി മാറ്റും. ഇപ്പോൾ 2019 പ്രളയത്തിൽ നമ്മുടെ ആദിവാസി ഉന്നതിയിലെ കുറെ വീടുകൾ തകർന്നു പോയൊരു സംഭവം ഉണ്ടായി. ഇപ്പോഴും അവരുടെ പുനരധിവാസം ഒന്നും നടന്നില്ല. ഇപ്പോഴും അവർ ഷെഡുകളിലൊക്കെ കഴിയുന്ന കുടുംബങ്ങളാണ്. അപ്പൊ അതേക്കുറിച്ച് എന്തെങ്കിലും? അല്ല, നല്ലൊരു ശതമാനം ആളുകളെയും പുനരധിവാസം കേരളയിൽ തന്നെ മുണ്ടക്കട ഉൾപ്പെടെയുള്ള മേഖലയിൽ, ചില മേഖലയിൽ അത് പറഞ്ഞല്ലോ, ഭൂമി പതിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഭൂമി കണ്ടെത്തി പതിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ ആളുകൾക്ക് വീടുകൾ നൽകിയിട്ടുണ്ട്. ഇനിയും അത്തരത്തിൽ വീട് കിട്ടാത്തവരോ നഷ്ടപരിഹാരം കിട്ടാത്തവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 6 മാസത്തിനുള്ളിൽ അതിന് പരിഹാരം കാണും. ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിരിക്കെ നമ്മുടെ നിലമ്പൂരിലേക്ക് എന്തെങ്കിലും താങ്കൾക്ക് കൊണ്ടുവരാൻ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു? കായിക വകുപ്പിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ്, മാതൃകാ പദ്ധതിയാണ് നിലമ്പൂർ മണ്ഡലത്തിലെ മാനവേദന ഹൈസ്കൂളിലെ സിന്തറ്റിക് ട്രാക്ക് ഫുട്ബോൾ സ്റ്റേഡിയം. ഞാൻ പറയുന്നത്, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഓരോ പഞ്ചായത്തിലും പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള സ്റ്റേഡിയം കായിക രംഗത്തിന് സംഭാവന ചെയ്യും. മാത്രമല്ല, പഞ്ചായത്തുകളിലെ ഏതൊക്കെ വാർഡുകളിലാണോ കളിക്കളമില്ലാത്തത് ആ വാർഡുകളിലൊക്കെ കളിക്കള കൊണ്ടുവരും. കുട്ടികൾക്കും യുവാക്കൾക്കും കളിച്ചു വളരാനും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യ സംരക്ഷണത്തിന് മോർണിംഗ് വാക്കോ ഈവനിങ് വാക്കോ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനസമൂഹത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ ആരോഗ്യ സംരക്ഷണത്തിന് പറ്റിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. അപ്പോൾ ഇത് തന്നെയായിരിക്കും യുവജനോടും കന്നി വോട്ടർമാരോടും പറയാനുള്ളത്. തീർച്ചയായിട്ടും യുവജനങ്ങളോടും മധ്യവയസ്കരോടും മുതിർന്ന പൗരന്മാരോടും ഒക്കെ പറയാനുള്ളത്, ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. ഒരു കുട്ടികളെ മാത്രം യുവാക്കളെ മാത്രം അങ്ങനെയല്ല,
ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും അനുയോജ്യമായ രീതിയിലുള്ള പദ്ധതികളായിരിക്കും നടപ്പിലാക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങയുടെ ഒരു സുഹൃത്തുക്കളായ ഒരു വലിയൊരു താരനിരയുടെ വിജയൻ സാർ ഉൾപ്പെടെയുള്ള താരനിരയുടെ ഒരു ഘോഷയാത്രയുമായ റോഡ് ഷോ ഒക്കെ കണ്ടു. അത് വോട്ടർമാരെ എത്രത്തോളം സ്വാധീനിക്കും? വോട്ടർമാരെ സ്വാധീനിക്കും എന്ന് തന്നെ എൻ്റെ വിശ്വാസം. അതിലുപരിയായിട്ട് ഞാൻ അതിൽ കാണുന്ന ഒരു കാര്യം എന്താണ്, ആ വന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്, വ്യത്യസ്ത മതക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, BJP, ആ കൂട്ടത്തിൽ CPM-ന്റെ ആശയക്കാരുണ്ട്. ഈ രാഷ്ട്രീയം മറന്നുകൊണ്ട് അവരോരോരുത്തരും ഒരു കായിക താരം അല്ലെങ്കിൽ കായിക രംഗത്ത് ഇല്ലല്ല കായിക രംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എൻ്റെ തെരഞ്ഞെടുപ്പിൽ ആശംസ അറിയിക്കാനും എൻ്റെ വിജയം ഉറപ്പിക്കാനും വന്നു എന്ന് പറയുമ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസം ജനങ്ങളിലെത്തും, ജനങ്ങളും അത് ഏറ്റെടുക്കുമെന്ന് എൻ്റെ വിശ്വാസം. പക്ഷെ മെസ്സിയെ കൊണ്ടുവരാൻ പറ്റാത്തൊരു വിഷമമായി തോന്നുന്നു. അല്ല, മെസ്സിയെ കൊണ്ടുവരാൻ ഞാനല്ലല്ലോ, അല്ലാതെ ഷറഫലി എന്ന വ്യക്തിയല്ലല്ലോ. അത് ഗവൺമെന്റ്, അത് ഒന്നാന്തരം പ്രൈവറ്റ് സ്പോൺസർ ആയിരുന്നു. സ്പോൺസർ അദ്ദേഹം ചെയ്യാവുന്നതിന്റെ പരമാവധി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് സ്പോൺസർ ആണ് അതിൽ ഒരു കമാൻഡ് പറയേണ്ടത്. ഞാനൊരു മെസ്സി ആരാധകൻ, നിങ്ങൾ മാത്രമല്ല ഞാനും മെസ്സി ആരാധകനാണ്. മെസ്സി വരാത്തതിൽ എനിക്കും വിഷമമുണ്ട്. ഞാനും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് മെസ്സി വരും തന്നെയാണ്. എപ്പോ വരും എന്നുള്ളത് മെസ്സി കൂടെ ആലോചിച്ച് മെസ്സി വരും നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യം, മെസ്സി കൂടെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യം. ഓക്കെ, നമ്മുടെ നിലവിൽ 8 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്ന LDF MLA അദ്ദേഹത്തിന്റെ ഒരു സമീപകാലത്തുണ്ടായ ചില രാഷ്ട്രീയ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. അതെങ്ങനെയും പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? അല്ല, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അദ്ദേഹം എന്നെക്കാളും കൂടുതൽ രാഷ്ട്രീയ രംഗത്ത് അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ചൊന്നും രാഷ്ട്രീയപരമായി വിലയിരുത്താൻ മാത്രമുള്ള രാഷ്ട്രീയ പാരമ്പര്യമൊന്നും എനിക്കില്ല. അദ്ദേഹം നല്ലൊരു നേതാവായിരുന്നു. അതൊക്കെ അഭിപ്രായ വ്യത്യാസം UDF ചേരിയിൽ പോയിരുന്നു. അത്രേ ഉള്ളൂ. എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. വോട്ടർമാരോട് എന്താ പറയാനുള്ളത്? വോട്ടർമാരോട് പറയാനുള്ളത്, വികസനം മുൻനിർത്തി ചിന്തിക്കുക. നിലമ്പൂരിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള വികസനങ്ങൾ, തുടർന്നുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ, നിരവധി ജനങ്ങൾക്ക് പ്രയോജനകരമായ പദ്ധതികൾ, കൃഷിക്കാർക്ക് പ്രയോജനകരമായ പദ്ധതികൾ, കാർഷിക രംഗത്തുള്ള പുരോഗതി, അതുപോലെ മുണ്ടേരി ഫാം ഞങ്ങളെ പദ്ധതിയിലുള്ള, ഞങ്ങൾ ആലോചിക്കുന്നത് ഒരു കാർഷിക കോളേജാക്കി ഉയർത്തണം തന്നെ. അങ്ങനെ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വികസനത്തിനൊരു വോട്ട് എന്ന് മാത്രം പരിഗണിക്കുക. ഞാനൊരു കായിക താരം ആയത് തെറ്റൊന്നുമില്ല. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ കുട്ടിക്കാലത്ത് കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് കൃഷി എന്താണെന്നും കർഷകന്റെ ബുദ്ധിമുട്ട് എന്താണെന്നും കർഷകന്റെ പ്രയാസം എന്താണെന്നും കർഷകന്റെ ആവശ്യം എന്താണെന്നും ശരിക്കും മനസ്സിലാക്കിയിരുന്നു. ഒരു കായിക താരമായത് തെറ്റൊന്നുമില്ല. കായിക താരമായി ആ മേഖലയിൽ തിരഞ്ഞെടുത്തു എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരന്റെ വിഷമം അറിയുന്ന വ്യക്തിയാണ്. ഇത് അത്തരത്തിൽ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുരുക്കുകളും അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ അനുഭവ സമ്പത്ത് മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് നിലമ്പൂരിന് വേണ്ടി സേവനം ചെയ്യാൻ സന്നദ്ധനായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നിലമ്പൂരിലെ വോട്ടർമാർ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഈ തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം അല്പസമയം ചെലവിടാൻ സമയം കണ്ടെത്തിയതിന് വളരെ നന്ദിയുണ്ട്. കായിക മൈതാനത്തിലെ മികവ് തെരഞ്ഞെടുപ്പ് ഗോതയിലും പ്രകടിപ്പിക്കുക, അതുപോലെ തന്നെ വിജയിച്ചു വന്നാൽ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ താങ്കൾക്ക് ആവട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഏതായാലും എല്ലാവിധ ഭാവങ്ങളും തരുന്നു. സഹകരിച്ചതിന് എല്ലാവിധ നന്ദി.